ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ സ്വന്തം ചാനൽ യാരാസ് പാത്ത്. ലാസ്റ്റ് വീക്കും ഒരു ലോങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു നീണ്ട അവധി എടുക്കുന്നതിന് മുമ്പേ മടിയൊക്കെ തട്ടിക്കുറച്ച് മാറ്റിയിട്ട് ഞാൻ പിന്നെയും ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ വാളിനെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു DIY സ്റ്റാർ ഫിഷ് ആണ്. സ്റ്റാർ ഫിഷ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യം നമുക്ക് വേണ്ടത് ഒരു സ്റ്റാർ ആണ്. അപ്പം നമ്മുടെ സ്വന്തം കാർഡ്ബോർഡ് എടുക്കുക, ഒരു സ്റ്റാർ വരയ്ക്കുക, കട്ട് ചെയ്തെടുക്കുക. എൻ്റെ മനസ്സിലെ സ്റ്റാർ ഫിഷ് ജിമ്മിലൊക്കെ പോയി അത്യാവശ്യം നല്ല ഹെൽത്തി ബോഡിയുള്ള ഒരു സ്റ്റാർ ഫിഷ് ആണ്. അതുകൊണ്ട് തന്നെ ബോഡിയൊക്കെ ഒന്ന് പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുത്തിട്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഈ കാണുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്തോ. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ സ്വന്തം ഫെവിക്കോളിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. അവൻ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും സംഭവമൊക്കെ എനിക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റാർ ഫിഷിൻ്റെ ആ ഒരു ബോഡി ഇങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസിലൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ റോൾ ചെയ്യുക, ഒട്ടിച്ചു കൊടുക്കുക, എന്നിട്ട് ആകെ മൊത്തം പെരുപ്പിച്ചെടുക്കുക. നമ്മുടെ സ്റ്റാർ ഫിഷ് ഭിത്തിയിൽ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബോഡി അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഒട്ടും പിശുക്ക് കാണിക്കരുത്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും മാക്സിമം അങ്ങ് ഫില്ല് ചെയ്തെടുക്കണം. ടിഷ്യൂ പേപ്പറിൻ്റെ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ ഒരു ലുക്ക് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് ക്രിസ്മസ് അപ്പൂപ്പനാണ്. ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഇനി അടുത്തത് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്ത് ഇത് മുഴുവൻ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. എൻ്റെ വീഡിയോസ് ആദ്യം മുതൽ കാണുന്നവർക്കറിയാം, ഞാനും സെല്ലോ ടേപ്പും തമ്മിൽ അതിയായ ശത്രുതയാണ്. ഞങ്ങൾക്കിടയിലുള്ള ആ ഒരു ബോണ്ട് ശരിയാവത്തില്ല. അതിപ്പോൾ സെല്ലോ ടേപ്പ് ആണെങ്കിലും മാസ്കിംഗ് ടേപ്പ് ആണെങ്കിലും എന്തിനധികം പറയുന്നു, ഡബിൾ സൈഡ് ടേപ്പ് ആണെങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് ചേർന്ന് പോകത്തേയില്ല. അതിവിടെയും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഈ ഒട്ടുന്ന ഏത് തരം ടേപ്പ് വെച്ച് എന്തൊട്ടിക്കാൻ നോക്കിയാലും അത് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം കയറി ഒട്ടും. പിന്നെ അത് അവിടുന്ന് വലിച്ചു പറിച്ചെടുത്ത് ആകെ നാശകോശമാവും ഗൈസ്. ഇനിയിപ്പോൾ എനിക്ക് ക്ഷമയില്ലാത്തതാണോ, എൻ്റെ ക്ഷമ ഈ സെല്ലോ ടേപ്പും ഗ്യാങ്ങും പരീക്ഷിക്കുന്നതാണോ എന്നെനിക്കറിയത്തില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഞാനൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പശ കലക്കണം. ടേക്ക് ബൗള്, ആഡ് സം പശ, ആഡ് സം വാട്ടർ, മിക്സ് ഇറ്റ്, കലക്കിറ്റ് ആൻഡ് ടേക്ക് ഇറ്റ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പശ കലക്കുക, നമ്മുടെ സ്റ്റാർ ഫിഷിന് മുകളിൽ അതിങ്ങനെ ഒന്ന് ഫേഷ്യൽ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സ്റ്റാർ ഫിഷിനെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കണം. 1, 2, 3 ലെയർ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അത്ര വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒട്ടുന്ന കണ്ടിട്ട് ആക്രാന്തത്തിൽ കുറച്ചും കൂടെ പശ വാരി തേക്കാൻ നിൽക്കരുത്. കാരണം ഇത് പശയല്ല, പശവെള്ളമാണ്. ആകെ മൊത്തം നനഞ്ഞ് ഗുളുഗുള എഫക്റ്റ് ആവും. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പിൽ ബി കെയർഫുൾ. എപ്പോഴും നമ്മൾ അലേർട്ടായിട്ടിരിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സ്റ്റാർ ഫിഷിൻ്റെ മേക്കിംഗ് പ്രോസസ്സിൽ ഏറ്റവും ഈസി ആൻഡ് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഇതാണ്. കാരണം ബ്രഷ് വെച്ചിട്ട് പശ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ ടിഷ്യൂ പേപ്പർ അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കും. അല്ലാണ്ട് ആ മാസ്കിംഗ് ടേപ്പിനെ പോലെ എന്നിട്ട് വലച്ചില്ല. ടിഷ്യൂ പേപ്പറും പശയും തമ്മിലുള്ള ഈ ഒരു കോംബോ എനിക്ക് നന്നേ ബോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കോംബോ പിടിച്ചിട്ട് കുറച്ചധികം ക്രാഫ്റ്റുകൾ ചെയ്യാൻ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സൈഡിൽ കീറി വെച്ചിരിക്കുന്ന എല്ലാ ടിഷ്യൂ പീസസും ഞാൻ ഇതിനകത്ത് ഒട്ടിച്ച് തീർത്തു. ഉണങ്ങുമോ എന്നെനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും സൂര്യഭഗവാൻ എന്നെ കൈവിട്ടില്ല, പെട്ടെന്ന് ഉണക്കി തന്നു. പിന്നെ നമ്മുടെ പെയിൻ്റ് അടിയുടെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ അടിച്ചു കൊടുത്തത് ഒരു മാട്ട കളറായിരുന്നു. അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തന്നെ മനസ്സിലായി ഇത് സ്റ്റാർ ഫിഷ് എല്ലാം മറ്റെന്തോ ആയി മാറിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ള പോസ്റ്റർ കളർ ഞാനിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് പിന്നെ രണ്ടാമതും ഈ ഒരു നീല അടിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ടാണ് ഞാൻ ആദ്യത്തെ കോട്ട് അത്യാവശ്യം കട്ടിക്ക് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ കുറച്ചും കൂടെ മിക്സിങ്ങുകളൊക്കെ നടത്തി ആ ഒരു ഷെയ്ഡ് ഞാൻ കുറച്ചും കൂടെ ലൈറ്റ് ആക്കി എടുത്തിട്ട് നമ്മുടെ സ്റ്റാർ ഫിഷിൻ്റെ ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ സ്റ്റാർ ഫിഷിന് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർ ഫിഷ് ചെറുതായിട്ടൊന്ന് സ്റ്റാറായിട്ട് കൺവേർട്ടായി പോകും. അങ്ങനെ എനിക്ക് അറിയാവുന്ന രീതിയിൽ കുറച്ചധികം പണികളൊക്കെ പയറ്റി അവിടെ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ സ്റ്റാർ ഫിഷിൻ്റെ ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡിസൈൻ പോലെ കുഞ്ഞു ഹമ്പുകളുണ്ട്. അതും കൂടെ വന്നാൽ മാത്രമേ നമ്മുടെ സ്റ്റാർ ഫിഷ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഗ്ലൂഗണ്ണ് യൂസ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ഗ്ലൂഗണ്ണില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് അതിബുദ്ധി കാണിച്ച് ലൈറ്ററിനകത്തൊക്കെ കാണിച്ച് ജസ്റ്റ് അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ സ്റ്റാർ ഫിഷിൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഗ്ലൂ മെൽറ്റായിട്ട് വന്നപ്പോഴേക്കും ട്രാൻസ്പെറൻറ്റ് കളറിന് പകരം അത് ചെറുതായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഉണങ്ങിക്കഴിഞ്ഞ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ ചെറുതായിട്ടൊന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷം നേരെ ചെന്നു കുറച്ച് വൈറ്റ് ബീഡ്സ് എടുത്തു, ഫെവിക്കോൾ യൂസ് ചെയ്തു. ഒന്നും നോക്കിയില്ല, മുറിച്ചും അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുത്തു. നമ്മുടെ ആദ്യത്തെ പ്ലാൻ ചീറ്റിപ്പോയെന്ന് വിചാരിച്ച് അങ്ങനെ ഇങ്ങനെയൊന്നും പരാജയം സമ്മതിക്കാൻ പാടില്ലല്ലോ. നമ്മുടെ സ്റ്റാർ ഫിഷിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിരുന്നു ഇത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർത്ത് ഭിത്തിയിലൊട്ടിച്ച് അതിൻ്റെ ഭംഗി ആസ്വദിക്കാനുള്ള ത്വരയായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ.
പക്ഷേ നമ്മുടെ ബീഡ്സിൻ്റെ സൈസ് അത്രയും ചെറുതായതുകൊണ്ട് അതൊന്ന് കയ്യിൽ പിടിച്ചെടുക്കാനും ആ ഒരു സ്റ്റാറിൽ ഒട്ടിക്കാനും കുറച്ചധികം പണിയെടുക്കേണ്ടി വന്നു. എൻ്റെ കഷ്ടകാലത്തിന് എങ്ങാനും അത് തെറ്റി തറയിൽ പോയി കഴിഞ്ഞാൽ തപ്പിയെടുക്കാനും പാടാണ്. അതുകൊണ്ട് അങ്ങേയറ്റം സമാധാനം പാലിച്ച് ക്ഷമയുടെ പാതയിലൂടെയായിരുന്നു ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റാർ ഫിഷിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് ഭിത്തിയിൽ ഒട്ടിക്കുകയാണല്ലോ, അതുകൊണ്ട് മുന്നും പിന്നെ ഒന്നും ചിന്തിച്ചില്ല. മൊത്തം ക്യാൻഡിൽസ് ഒക്കെ പറക്കി വെച്ച് കത്തിച്ച് കുറച്ച് ഷെൽസ് ഒക്കെ വിതറി ആകെ മൊത്തം വൈബിലായിരുന്നു അവരെ ഞാൻ ഭിത്തിയിൽ ഒട്ടിച്ചത്. അപ്പോൾ ഇനി ഒരു ലൈക്കൊക്കെ തന്ന ഒരു കമൻ്റൊക്കെ പാസ്സാക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കണ്ട. ബൈ.